ബഹുമാനപ്പെട്ട വടകര ഉമ്മദാജി തങ്ങളുടെ മക്കാമിൽ 5 കൊല്ലം ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അവിടെ മക്കാമിൽ വെച്ച വെള്ളമാണ് ആളുകൾ രോഗത്തിന് വേണ്ടി കുടിച്ചുകൊണ്ടിരിക്കുന്നത്. മക്കാമിൽ വെറുതെ വെക്കും, ആരെയും മന്ത്രിക്കൊന്നുമില്ല. ആ വെള്ളം കൊണ്ടാണ് ക്യാൻസർ വരെ മാറിപ്പോകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവിടെ മക്കാമിൽ വെച്ച വെള്ളമാണ് ആളുകൾ രോഗത്തിന് വേണ്ടി കുടിച്ചുകൊണ്ടിരിക്കുന്നത്. മക്കാമിൽ വെറുതെ വെക്കും, ആരെയും മന്ത്രിക്കൊന്നുമില്ല. ആ വെള്ളം കൊണ്ടാണ് ക്യാൻസർ വരെ മാറിപ്പോകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ടവരോട് ബന്ധമുള്ള എല്ലാവർക്കും ഓരോ അനുഭവങ്ങളും പറയാണ്ട്. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ചെറിയൊരു വീഡിയോ ആണ്. മുഹമ്മദാജി തങ്ങളുടെ മക്കാമിൽ വെറുതെ വെച്ച വെള്ളം, വടകര ജാറത്തിലെ വെറുതെ വെച്ച വെള്ളം കൊണ്ടാണ് ക്യാൻസറൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു മുസ്ലിയാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ വെറുതെ വെച്ച വെള്ളത്തിലേക്ക് ക്യാൻസറിനുള്ള മരുന്ന് വരികയാണോ, അതോ വെറുതെ വെച്ച ആ വെള്ളത്തിൽ ക്യാൻസർ മാറുവാനുള്ള ദിവ്യശക്തി അതിനുണ്ടാവുകയാണോ? രോഗം അത് അള്ളാഹു നൽകുന്നതാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അള്ളാഹു നൽകുന്ന രോഗത്തിന് ശമനവും അള്ളാഹുവാണ് നൽകേണ്ടത്. അള്ളാഹുവിൻ്റെ അടുത്താണ് ഷിഫ. ഇവർ ജാറ വ്യാപാരം അത് വിപുലീകരിക്കുന്നതിന് വേണ്ടിയിട്ട്, അതിനു വേണ്ടിയിട്ടുള്ള ജൽപ്പനങ്ങളുമായിട്ട് സാധാരണക്കാരായ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി പറയുന്ന ചില കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇതുപോലെയുള്ള പലതരത്തിലുള്ള തള്ളുകളും ഈ ആളുകൾ നമുക്കിടയിലേക്ക് തള്ളാറുണ്ട്. എന്തുകൊണ്ടാണ് അവിടെയുള്ള ആളുകളോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇത് തടയാത്തത്, അല്ലെങ്കിൽ ഇത് തെറ്റാണെന്ന് പറയാത്തത് എന്ന് ഇതുവരെയും നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇനി മറ്റൊരു തള്ളാണ് നമുക്ക് കാണാനുള്ളത്, കണ്ടു നോക്കാം. വഫാത്തിന്റെ ശേഷം ഉണ്ടായ കറാമത്തുകൾക്ക് കണക്കുകയിൽ ഇന്നും ആളുകൾ അനുഭവിക്കുകയാണ്. അവിടെ ഓതിയ താലിമികൾക്കൊക്കെ വഫാത്തിന്റെ ശേഷം പാപ്പാനെ കൊണ്ട് അനുഭവം ഉണ്ടാവും. ഞങ്ങൾക്കൊക്കെ പനി ഉണ്ടായാൽ ഒമച്ച് പോയ കുളത്തിൽ കുളിക്കലാ, മരുന്ന് കുടിക്കലില്ല. പാപ്പ കുളിച്ച കുളത്തിൽ കുളിക്കുക. ആ വെള്ളം ഷിഫയാണ്. പലരും മനസ്സിലാക്കിയിട്ടില്ല. നീന്താനും മറ്റും ഉപയോഗിക്കാന്നല്ലാണ്ട് ചികിത്സാ വെള്ളമാണത്. അവിടെ മുത്തുപ്പേട്ടക്ക് പോകണം, നമുക്ക് ചികിത്സാ വെള്ളം കിട്ടും. മുത്തുപ്പേട്ട പാപ്പ കുളിച്ച വെള്ളം, അല്ലെങ്കിൽ നാവൂർ പാപ്പ കുളിച്ച വെള്ളം, നമ്മളെ പാപ്പ കുളിച്ച വെള്ളം നമുക്ക് ഓർമ്മയില്ല. ഈ ഒരു ചിന്ത നമ്മൾ മാറ്റണം. അതൊക്കെ വലിയ വെള്ളങ്ങളാണ്. നാവൂർ പാപ്പ കുളിച്ച വെള്ളം ഷിഫയാണ്. അതിന് കുറെ അനുഭവങ്ങളും കറാമത്തുകളും എനിക്ക് ഓർമ്മയിലുണ്ട്. അതിനെ താഴ്ത്തിയല്ല ഞാൻ, നമ്മളെ നാട്ടിലും അത് ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞാൽ രാത്രിയൊക്കെ സിയാറത്തിന് പോവുകയാണെങ്കിൽ നമ്മളൊക്കെ ഇപ്പോഴും ചാൻസ് ഉണ്ടെങ്കിൽ കുളിക്കാറുണ്ട്. ഷിഫയാണ് അത് ശരീരത്തിന്. ഞങ്ങളൊക്കെ അന്ന് മരുന്നിന് പകരം ഇങ്ങനെ കുളിക്കലായിരുന്നു. അതുകൊണ്ട് ഫലം ഉണ്ടാകാറുണ്ട്. അപ്പോ പാപ്പാന്റെ വഫാത്തിന് ശേഷം അനുഭവങ്ങൾ എത്രയോ ആളുകൾക്ക് പറയും. ഉപ്പാപ്പ കുളിച്ച വെള്ളം, ഏത് ഉപ്പാപ്പ, അവരുടെ ഏതൊക്കെ ഉപ്പാപ്പ കുളിച്ച വെള്ളം, അതൊക്കെ ഷിഫയാണ് എന്നാണ് പറഞ്ഞത്. ഉപ്പാപ്പ ഇരുന്ന കക്കൂസ് ഉണ്ടല്ലോ, അപ്പിടാനിരുന്ന കക്കൂസ്, അതെവിടെയെങ്കിലും കണ്ടെത്തിക്കണം. അവിടെ നിന്ന് പോയിട്ടൊന്ന് അപ്പിട്ട് വെക്കാമായിരുന്നു. വേറെന്തെങ്കിലും നമുക്ക് ലഭിക്കുമെന്നറിയാൻ. എന്ത് പിടലൊക്കെയാണ് ഈ മുസ്ലിയാക്കന്മാരെ വിട്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, മനസ്സിലാക്കുക. ഇതുപോലെയുള്ള തള്ളുകൾ നിരവധി നമ്മുടെ കയ്യിലിരിക്കുന്നുണ്ട്. മുഹീദ്ദീൻ ഷെയ്ഖിൻ്റെ ആ ഒരു വിഷയം നമുക്ക് മറ്റൊരു ഭാഗത്ത് പറയുവാനുള്ളതാണ്. ഇതുപോലെയുള്ള തള്ളുകളുമായിട്ട് ഈ ആളുകൾ ഇറങ്ങിയിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് ചിന്തിക്കുക, മനസ്സിലാക്കുക. ചെറിയൊരു വീഡിയോ ആണ്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.